വലിയൊരു സങ്കടത്തിന്റെ നടുവിലാണ് താരയെന്ന് എനിക്കറിയാം. എന്നും ഒരു ശത്രുവായിട്ട് താര എന്നെ കണ്ടിട്ടുള്ളൂ എന്നും അറിയാം. അതിലിപ്പോ തന്നെ കുറ്റപ്പെടുത്താനും പറ്റില്ല. അങ്ങനെയൊക്കെയാണല്ലോ ഞാൻ താരയോട് പെരുമാറിയിട്ടുള്ളത്. ഞാനിപ്പോ ഒരു സത്യം പറഞ്ഞ താര അത് വിശ്വസിക്കുമെന്നറിയില്ല. ഇപ്പൊ താരയെ സങ്കടപ്പെടുത്തുന്ന കാര്യം നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ ആഘാതം കുറച്ചൊന്ന് കുറയ്ക്കാമായിരുന്നു തോന്നുന്നു. സത്യം, മഹേഷ് ജീവിച്ചിരിപ്പില്ലെന്ന് ഞാൻ അന്നേ അറിഞ്ഞിരുന്നു. അതന്ന് പറയാതിരുന്നത് അപ്പോഴത്തെ അവസ്ഥയിൽ താര എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പേടിച്ചിട്ടാ. പിന്നെ തന്നെ പെട്ടെന്ന് സങ്കടപ്പെടുത്താനും മനസ്സനുവദിച്ചില്ല. അന്ന് എനിക്ക് പറഞ്ഞുറപ്പിച്ച പെണ്ണ് മറ്റൊരാളോടൊപ്പം ജീവിതം തുടങ്ങി അറിഞ്ഞപ്പോ തന്നെ തന്നോട് എനിക്ക് തീർത്താൽ തീരാത്ത ദേഷ്യം ഉണ്ടായിരുന്നു. ഒരിക്കലും എന്നെ വിട്ട് താൻ മറ്റൊരാളോടൊപ്പം ജീവിക്കുന്നത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ആ ദേഷ്യത്തിനാ ഞാൻ അന്ന് വന്ന് തന്നെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് വന്നത്. പക്ഷെ ഇവിടെ എത്തി എത്രയൊക്കെ നിർബന്ധിച്ചാലും തന്റെ മനസ്സ് മാറില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അല്ലെങ്കിൽ തന്നെ സ്നേഹവും ജീവിതവും ഒന്നും ആരിൽ നിന്ന് പിടിച്ചു വാങ്ങി സ്വന്തമാക്കാൻ പറ്റില്ലല്ലോ. മഹേഷിനൊപ്പം അല്ലാതെ താരയ്ക്ക് മറ്റൊരാളിനൊപ്പം ജീവിക്കാൻ പറ്റില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോ പിന്നെ ഞാൻ ആഗ്രഹിച്ചത് നിങ്ങൾ തമ്മിൽ ജീവിച്ചു കാണാനാ. അങ്ങനെയാ ഞാൻ താരയോട് പോലും പറയാതെ വീണ്ടും മഹേഷിനെ തേടിപ്പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോ ഞാൻ അറിഞ്ഞ വാർത്ത മഹേഷ് കൊല്ലപ്പെട്ടുവെന്ന. പക്ഷെ ഞാനതെങ്ങനെ വന്ന് താരയോട് പറയും? ആഗ്രഹിച്ച ജീവിതം തകർത്ത് എന്നെ താര ശപിക്കില്ല. അങ്ങനെയാ തന്നോട് പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിച്ചത്. മറ്റൊരു പുരുഷനോടൊപ്പം കുറച്ചു കാലം ജീവിച്ച പെണ്ണാണെന്ന് അറിഞ്ഞു തന്നെ തനിക്കൊരു ജീവിതം തരാൻ ഞാൻ തയ്യാറായത്. നമ്മുടെ കല്യാണം നടത്താൻ ഞാൻ വാശി പിടിച്ചു. കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി എല്ലാം ഒന്ന് ശാന്തമാകുമ്പോ തന്നെ സത്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താമെന്ന് കരുതി. അതിനു വേണ്ടിയിട്ടാ ഇത്രയൊക്കെ ഞാൻ കാട്ടിക്കൂട്ടിയത്. പക്ഷെ ഇപ്പൊ എല്ലാം താൻ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി പറയാതിരിക്കുന്നോണ്ട് അർത്ഥമില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞു. ഇല്ലെങ്കിലും എനിക്ക് കേട്ടത് മതി. സത്യം, എനിക്കിപ്പോ തന്നോട് സ്നേഹത്തെക്കാൾ കൂടുതൽ സഹതാപമാണ് തോന്നുന്നത് തന്റെ ഈ അവസ്ഥയിൽ. വേണ്ട, എന്റെ ഈ അവസ്ഥയിൽ എന്നെ കുറിച്ച് ഓർത്തും ആരും സഹതപിക്കണ്ട. ആരിൽ നിന്നും ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. ദയവ് ചെയ്ത് മുന്നിൽ വന്നു നിന്ന് കൂടെ കൂടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കുത്തി വേദനിപ്പിക്കാതിരുന്നാ മതി, പ്ലീസ്.